എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളോട് സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയും മെനഞ്ഞാത്ത വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടോ? മെനഞ്ഞാത്ത വീഡിയോ ആണെങ്കിൽ നല്ല ഈസ്റ്റും സോഡാപ്പൊടിയും കപ്പി കാച്ചാതൊക്കെ നല്ല അടിപൊളി ഒരു അപ്പം ഉണ്ടാക്കിയത്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരപ്പം. ഇന്നലത്തേന്ന് പറയുന്നത് നമ്മുടെ ചോളം, അതായത് കോണും കൊണ്ടുള്ളൊരു കുറുമ എന്ന് പറയാം. നല്ല അടിപൊളിയായിരുന്നു അതും. അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞാൽ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ അജിതേച്ചിയൊക്കെ. അങ്ങനൊന്നുമില്ല, ചിലതൊക്കെ അങ്ങ് ചെയ്യും. ഇപ്പം കോണും കൊണ്ടൊക്കെ പല റെസിപ്പികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതുപോലൊക്കെയാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഞാനൊരു വ്ലോഗല്ല ഇടുന്നത്. ഞാൻ നോക്കട്ടെ, ഞാൻ പറയുമ്പോൾ എത്രത്തോളം പോകുന്നു. അതായത് എൻ്റെ ഒരു ബിസിനസ്, എൻ്റെ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം എനിക്കൊരു അച്ചാർ ബിസിനസ് ഉണ്ട്. അതായത് എൻ്റെ ഒരു വരുമാന മാർഗം, വീട്ടിൽ ഇരുന്നൊന്ന് ചെയ്യാവുന്ന ഒരു, എന്നാൽ കഴിയുന്നത് പോലൊക്കെ എൻ്റെ വീടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വരുമാന മാർഗമാണ് ഈ ഒരു അച്ചാർ ബിസിനസ്. അപ്പോൾ അതിനെപ്പറ്റിയും അതിൻ്റെ വിവരങ്ങൾ, അപ്പം അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ ആയിന്ന്. ചിലർ ചിന്തിക്കുമോ ഇതെന്തിനാ കേൾക്കുന്നതെന്ന്. പക്ഷേ ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പം അച്ചാറൊക്കെ വേണ്ടിയവരൊക്കെ ഒന്ന് വാങ്ങിക്കുമല്ലേ. നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ കേട്ടോ. അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ പിന്നെ അവർ ചോദിക്കുന്നുണ്ടേ അതിൻ്റെ ലിസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും, അവർ വാങ്ങിക്കും. ഇല്ല എങ്കിൽ വാങ്ങിക്കത്തില്ല. ഇപ്പം ഞാനിപ്പം ചെയ്തിട്ട് ചിലർക്ക് ഈ വില കാണുമ്പോൾ ഒറ്റയടിക്ക് എനിക്ക് ഇത്രയും വിലയോന്ന് വരാൻ കാര്യം, ആദ്യം ഞാൻ നല്ലെണ്ണയിലല്ലായിരുന്നു ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാ വെജിറ്റബിൾ സൺഫ്ലവറിൻ്റെ അതിൻ്റെ അകത്തായിരുന്നു ഉണ്ടാക്കുന്നത്. ഒന്ന് അത്. പക്ഷേ ക്വാളിറ്റിയുള്ള മുളക് പൊടിയൊക്കെ ഞാൻ ക്വാളിറ്റിയുള്ള മുളക് പൊടിയാണ് അന്നും. നല്ല കാശ്മീരി നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു ചെയ്യുന്നത്. എരിവന് കാരണം എൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചവർക്കറിയാം, നമ്മൾ പന്നപ്പൊടികൾ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസവും കാണും, വയറിന് നെഞ്ചരിച്ചിലൊക്കെ അങ്ങനെയൊക്കെ. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആരും പറഞ്ഞിട്ടില്ല എരിവാണെന്നോ. ചിലർ ഉപ്പ് കുറവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് വിനാഗിരി ഇച്ചിരി ഒന്ന് കൂടിയിട്ടുണ്ടെന്ന്. ചിലർ അതേ ബാച്ചിൽ ഞാനിട്ട് ഇത് വാങ്ങിക്കുന്നവർ ചിലർ പറയും രുചി കുഴപ്പമില്ലെന്ന്. അതായത് പലർക്കും പല ടേസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ലോട്ട് ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെ പലർക്കും പിന്നെ ഈ പുളിയിൽ ഇത്തിരി ഇത് പറയും. അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയാണെങ്കിലും കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഈ റേറ്റിൻ്റെ കാര്യം പറയുന്നത്, അതുപോലെ വിനാഗിരിയൊക്കെ കുറച്ച് മതി. ഇപ്പം നമ്മൾ ഉണ്ടാക്കി ഇപ്പം നമ്മൾ ഒട്ടനെ അത് മൊത്തം അങ്ങ് തീരുവാണെങ്കിൽ നമുക്ക് ഇത്രയും എണ്ണയുടെ ഒന്നും ആവശ്യം വരത്തില്ല. അതേസമയം നമ്മൾ ഉണ്ടാക്കി ഒരു 2-3 മാസമൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി എണ്ണ ഇച്ചിരി അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി എണ്ണ നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ അത് കേടാവും. അങ്ങനെ പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ച് എണ്ണ ഉപയോഗിക്കുന്നത്. ഇപ്പം സപ്പോസ് ഞാൻ 1 കിലോ ബീഫ് അച്ചാറിന് ഇപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഇതിൽ മെൻഷൻ ചെയ്യാത്തതെന്ന്. ഇതിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ഞാനൊരു നമ്പർ കൊടുക്കും, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എല്ലാ ലിസ്റ്റും ഞാൻ ഇട്ട് തരാം. 1 കിലോ ബീഫിൻ്റെ വിലയെ അവർ കണക്കാക്കത്തുള്ളൂ. 1 കിലോ ബീഫിന് ഇപ്പം രണ്ടാമത്തെ കാര്യമെന്ന് ഞാൻ പറയാം, ബീഫിൻ്റെ വില കൂടാൻ കാര്യം ഒറ്റയടിക്ക് അവർ 2 പ്രാവശ്യമായിട്ടാണ് വില കൂട്ടിയത്. ഇപ്പം നമ്മൾ ഫാറ്റ് ഇല്ലാതെ വാങ്ങിക്കുമ്പോൾ അതനുസരിച്ച് വില എടുക്കും അവർക്കും മുതലാവണ്ടേ. നമ്മളിപ്പോൾ 5-6 കിലോ ഒരുമിച്ചെടുത്തെന്നും പറഞ്ഞാലും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരാൾ 2 കിലോ അച്ചാർ എടുത്താലും ഞാൻ കൂടിപ്പോയാൽ ഒരു 10-20 രൂപ എനിക്ക് കുറയ്ക്കാൻ പറ്റും. അത്രയും ഒക്കത്തുള്ളൂ. അതും എനിക്കത് അതിൽ ലാഭമൊന്നുമില്ല. എനിക്ക് 1 കിലോ അച്ചാറിൽ ഇപ്പോൾ 1 കിലോ ബീഫ് അച്ചാറിലോ 1 കിലോ മീൻ അച്ചാറിലോ 200 രൂപയെ ഞാൻ എടുക്കുന്നത്. അതുപോലും എടുക്കാതെ എനിക്കൊരു വരുമാനത്തിനല്ലേ ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കൂടുതലായിട്ടൊന്നും എനിക്കതിൽ കിട്ടത്തില്ല. അതേസമയം നമ്മളൊരു 10 കിലോ അത്രയൊന്നും എനിക്കങ്ങനെ ഒരു ലോട്ടിന് 10 കിലോ ഒന്നും എനിക്കങ്ങനെ ഇടേണ്ടി വന്നിട്ടില്ല. കൂടിപ്പോയി ഞാനൊരു 5 കിലോ ഇടും. അതെല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് വിറ്റ് പോവുകയാണെങ്കിൽ നമുക്കതിൽ അതിൻ്റേതായ 1 കിലോ 200 രൂപ എന്നുള്ള രീതിയിൽ അത് നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഇതിന് നല്ല നമുക്ക് 5 കിലോ ബീഫ് ഇടണമെങ്കിൽ നല്ല ജോലി രാവിലെ തൊട്ട്
പാതിരാത്രി വരെ നമ്മുടെ ജോലി പോകും. കാരണം അത്രയും ബീഫ് നമ്മൾ പറയാൻ കാര്യം, നിങ്ങൾ ചിന്തിക്കും ബീഫിന് 1 കിലോ ബീഫിന് ഇത്രയും രൂപയല്ല ഉള്ളൂ, പിന്നെ ഇതെന്താ ഇത്രയും എന്ന്. ഞാൻ കണക്ക് പറയുന്ന കാര്യം. അപ്പം എനിക്ക് 1 കിലോ ബീഫ് അച്ചാർ വേണമെങ്കിൽ 1.5 കിലോ ബീഫ് വാങ്ങിക്കണം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നെങ്കിലും കള്ളമായിട്ട് തോന്നുന്നെങ്കിലും എന്നെ ഞാൻ അവർ പറഞ്ഞ ശരിയല്ല, ഇങ്ങനെ കള്ളത്തരം എന്തിനാ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ 1 കിലോ ബീഫിന് വേണ്ടി നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. സാധാരണ പണ്ട് ഞാനിങ്ങനെയൊന്നും നോക്കത്തില്ല. കാരണം നമ്മൾ കറിയൊക്കെ വെക്കുമ്പം ബീഫിൻ്റെ അകത്ത് ബീഫ് വേവുന്ന, നമ്മളൊരിക്കലും ബീഫിന് വേവാൻ നമ്മൾ ചിക്കൻ ആണെങ്കിലും ഇപ്പം ബീഫ് ആണെങ്കിലും വേവിക്കാൻ നേരം നമ്മൾ വെള്ളം ഒഴിക്കാറില്ല. കാരണം അതിൽ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ അച്ചാറിടുമ്പോൾ ഈ ബീഫ് വേവിച്ചിട്ട് ആ വെള്ളം നമ്മൾ അങ്ങനെ എടുക്കാക്കത്തില്ലല്ലേ, എത്രമാത്രം ഇട്ട് വറ്റിച്ചാൽ നമുക്കതാവും. 1.5 കിലോ ബീഫ് എടുക്കണം എനിക്ക് 1 കിലോ ബീഫ് അച്ചാറിന്. അത് വറക്കണമെങ്കിൽ ഞാൻ നല്ലെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ വില അറിയാം, നിങ്ങൾ കടകളിൽ മാർക്കറ്റിൽ നോക്കിയാൽ മതി. ഇപ്പം 1 കിലോ ബീഫ് വറക്കണമെങ്കിൽ ഒരു 2-2.5 കപ്പ്, അതായത് 1/2 ലിറ്റർ കൂടുതൽ എണ്ണ നമുക്ക് വേണം. പിന്നെ അതിൻ്റേതായ കാശ്മീരി മുളക് പൊടി, പിന്നെ ഗ്യാസിൻ്റെ ചിലവ്. ഞാൻ എൻ്റെ 200 രൂപ, പിന്നെ ഡബ്ബ, അങ്ങനെ സെല്ലർ ടേപ്പ്, പിന്നെ എന്താ കാർഡ്ബോർഡ്. ഈ കാർഡ്ബോർഡൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിക്കുന്നതാണ്, അല്ലാതെ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. ഞങ്ങൾ 1 ബോട്ടിലിൻ്റെ ഉള്ളത് 2 ബോട്ടിൻ്റെ ഉള്ളത് അവരോട് പറഞ്ഞ് അവരതും പിന്നെ 50-100 ഉണ്ടാക്കത്തില്ല. അവർ ഒന്നീ 1000 അല്ലെങ്കിൽ 500 അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ ഉണ്ടാക്കത്തുള്ളൂ. അത് നമ്മൾ അന്നേരം അതിൻ്റെ എല്ലാം കൂടെ റേറ്റ് ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും രൂപയാവും. അതിൽ ഞാൻ കഴിവതും കുറയ്ക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കാരണം ഇത്രയും ആവും. അതേസമയം ചിക്കൻ ആണെങ്കിലും നിങ്ങൾക്കറിയാമല്ലേ, ചിക്കൻ നമ്മൾ കറി വെക്കുമ്പോഴും ചിക്കൻ മസാല പുരട്ടി ചെറിയ തീയിൽ വെക്കുന്നുണ്ടെങ്കിൽ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുകയെ. ചിക്കൻ, മീൻ, ബീഫ് ഇതെല്ലാം നമുക്ക് 1.5 കിലോ, ചിലപ്പോൾ നമുക്കതിലൊരു 100 ഗ്രാം ആണ് എക്സ്ട്രാ വരും. അതേസമയം പ്രോൺസ് ഞാനങ്ങനെ ഇട്ട് വെക്കാറില്ല. അതുപോലെ എനിക്ക് ഇത്രയും നാളും പറ്റിയ അമളി പ്രോൺസിന് എനിക്ക് എൻ്റെ ഈ പരിചയക്കാർ വാങ്ങിക്കുന്നത് കൊണ്ട് ഈ 1/4 കിലോ വെച്ച് ചിലർ വാങ്ങിക്കും. അന്നേരം ഞാനൊന്നും നോക്കാറില്ല, എനിക്ക് നഷ്ടത്തിലാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, പിന്നെ നഷ്ടത്തിൽ നിങ്ങൾ കൊടുക്കുമെന്ന്. സത്യമാണ്. ഇപ്പം ഈ കുറേ ദിവസം മുത്തിന് മുമ്പിട്ട് 1/2 കിലോയും 1 കിലോയും ഇങ്ങനെ ഓർഡർ വന്നപ്പം നമ്മൾ അത് ഇങ്ങനെ എഴുതി വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിലെനിക്ക് ഒട്ടും ലാഭം ഈ 1/4 കിലോ വെച്ച് വാങ്ങിക്കുമ്പോഴേ. അതുകൊണ്ട് ഞാൻ 1/4 കിലോ വെച്ച് ഒരാൾ ഉടനെ, ചിലർ പറയും അർജൻ്റ് ഇങ്ങനെ അവരുടെ സിറ്റുവേഷൻ പറയുമ്പോൾ എനിക്കങ്ങ് സഹതാപം തോന്നി. എനിക്കൊരു 5 പലർക്കും ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കതിനൊരു 50 രൂപ പോലും കിട്ടിയിട്ടില്ല. കാരണം 1/4 കിലോ വേണമെങ്കിൽ എനിക്കൊരു 3/4 കിലോയിലും ഉണ്ടാക്കണം. ഇതിപ്പം 1/2 കിലോ ഉണ്ടാക്കണമെങ്കിൽ 1.5 കിലോയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അതുപോലെ 1 കിലോയ്ക്ക് 2.5 കിലോ പ്രോൺസ് വേണം. നിങ്ങൾക്കറിയാലോ പ്രോൺസിൻ്റെ കാര്യം. അതിൻ്റെ തൊലി 2 കിലോ ഇപ്പം നമ്മൾ വാങ്ങിച്ച് തൊലി കളയുവാണെങ്കിൽ കിട്ടുന്നത് 600 ഗ്രാമായിരിക്കും, അത്രേ കിട്ടൂ. അത് കഴിഞ്ഞ് നമ്മളത് വറക്കുകയും കിടാന്നെങ്കിലോ. അപ്പം അതിൻ്റെ പ്രോൺസിനൊക്കെ അതിൻ്റേതായ വില ഞാനിപ്പോൾ നേരത്തെ ഇട്ടുണ്ടെങ്കിൽ എനിക്കത് നഷ്ടമായിരുന്നു. അപ്പം നമുക്ക് തന്നെ വില ഇടുമ്പോഴും തന്നെ ഒരു സത്യം പറഞ്ഞ ആൾക്കാരെ കുറ്റം പറയണ്ട, ഇതൊക്കെ അവർ കാണുമ്പോൾ അവർക്കൊരു ഒറ്റയടിക്ക് നോക്കും. പക്ഷെ അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അത്രയും വിലയാകുമെന്ന്. അതുകൊണ്ട് ഞാൻ അത് പറയാനാ. പിന്നെ ഇപ്പം വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ഇതുവരെയും വില കുറഞ്ഞിട്ടില്ല. 320, 340 ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഇഞ്ചിയുടെ ഒരു ഇച്ചിരി കുറഞ്ഞു. എത്ര കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് എത്ര ആയിരുന്നു? ഇഞ്ചി റീച്ചാനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഞാൻ 100, 180 ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലേ. അതുകൊണ്ട് അതാ നമ്മളിപ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ ബീഫിൻ്റെയൊക്കെ വില നോക്കുമ്പോൾ പലരും ചോദിക്കും, എന്നിട്ട് ചിന്തിക്കും 1 കിലോ ബീഫിന് ഇത്രയല്ല വിലയുള്ളൂ, പിന്നെ ഇത്രയും എടുക്കുന്നതിന് അത്രയും രൂപ അവരായിരിക്കുമല്ലോ എടുക്കുന്നതെന്ന്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കലും. 1 കിലോയിൽ എനിക്ക് 10-200 രൂപയിലും കിട്ടാതെ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഒരു അച്ചാറൊക്കെ ഇടുകയെന്ന് പറഞ്ഞാൽ അത് എല്ലാം ഒരാൾ തന്നെ ചെയ്യുമ്പോൾ കാരണം നമ്മൾ വേറൊരാളെ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ലാഭം അവർക്ക് കൊടുക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. പലരുടെയും മനസ്സിൽ കാണും, ഇത് കാണും. ഞാൻ പറയില്ല, നേരത്തെ ഞാൻ ഇതിനേക്കാൾ കുറച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്.
ബീഫിന് വില ഇത്ര ആയില്ലായിരുന്നു, ചിക്കനും ഇപ്പം വിലയല്ലേ, എല്ലാത്തിനും വിലയല്ലേ. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ വിലയെടുക്കും. നമ്മളിപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇത്തിരി കറിയാപ്പിലെങ്കിൽ നമ്മുടെ ഇതൊന്നും കിട്ടും. ഇവിടെ എന്ന് പറയുന്നത് ഞാൻ അതുവരെയും പൈസ കൊടുത്തല്ലേ വാങ്ങിക്കണ്ടേ. പിന്നെ നാട്ടിലാണെങ്കിൽ വിറവൊക്കെ ആണെങ്കിൽ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കാം. ഇതെല്ലാം ഞാൻ ഗ്യാസിൽ തന്നെയല്ലേ ചെയ്യുമ്പോൾ. അപ്പം അതിൻ്റേതായ റേറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് ഈ ബില്ലെടുക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. നമ്മളിപ്പം ഇപ്പം അതുപോലെ ഞാൻ വേണേൽ കൊടുക്കാം വില കുറച്ച് ചാറും ഇത്തിരി ഓയിൽ വെച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് കൂട്ടി കഷ്ണങ്ങൾ കുറച്ച്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയാം അതിൻ്റെ അകത്ത് 80% എൻ്റെ പീസ് തന്നെ മീനാണെങ്കിൽ മീൻ സാധനം എന്തുവാന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമേ ഓയിലും വിനാഗിരിയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി എന്നോട് പറയുമായിരുന്നു, കുഞ്ഞെ വിലയല്ല നമുക്ക് കാര്യം, നമുക്ക് ക്വാളിറ്റി നല്ലതായിരിക്കണം. അതുപോലെ ചിന്തിക്കുന്നവരും ഉണ്ട്. ക്വാളിറ്റി അതുപോലെ മുളക് പൊടിയാണെങ്കിലും നല്ല കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ വാങ്ങിച്ച് ഉണ്ടാക്കുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ ഒന്നും എടുക്കത്തില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ വല്ലവരും അല്ലേ, അവർക്ക് വേണമെങ്കിൽ അല്ലാത്ത മുളക് പൊടി അങ്ങനെ ഞാൻ ചിന്തിച്ച് കൊടുക്കത്തില്ല. ചെയ്യുന്നത് മനസാക്ഷിയോട് ചെയ്യുക. അത് എന്നാന്നേലും ദൈവം അതിന് നമുക്ക് ബ്ലെസ്സിങ് തരും. കാരണം നമ്മൾ മറ്റുള്ളവരെ വക്രിച്ചോ ഒരു മിനിറ്റ് മൂക്കൊന്ന് ചൊറിയണം അങ്ങനൊന്നും നമുക്ക് ആ രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കണ്ട. ഉള്ള ആരോഗ്യം നമ്മൾ ഉള്ളിടത്തോളം ഞാനിത് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ചെയ്യുന്നു. പക്ഷേ പൈസ ഞാൻ ചെയ്യുന്നതിൻ്റെ പൈസ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ 1 കിലോയിൽ ഒരു 200 രൂപ എൻ്റെ എൻ്റെ ചാർജായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അല്ലാതെ കൂടുതലൊന്നും എടുക്കുന്നില്ല. പിന്നെന്താ, അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയുകയും ചെയ്ത്, പിന്നെ അതുപോലെ ബോട്ടിലാണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിൽ തന്നെ നല്ല ക്വാളിറ്റിയുടെ ബോട്ടിൽ, അല്ലാതെ ഈ കൊറിയർ ചെയ്യുമ്പോൾ എടുത്ത് എറിയുന്നുണ്ടേ ചളങ്ങി പോകുന്ന ബോട്ടിലല്ല എൻ്റെ ബോട്ടിൽ. വാങ്ങിക്കുന്നവർക്കറിയാം നല്ല കട്ടിയുള്ള ബോട്ടിലാണ്, സൺബറ്റിൻ്റെ ബോട്ടിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്, കമ്പനി ബോട്ടിലാണ്. അതിനൊക്കെ പൈസയല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ അനുസരിച്ചാണ് നമ്മൾ. പിന്നെ 10,000, 5000 രൂപയുടെ സീലിംഗ് മെഷീൻ അതൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നില്ല. നമ്മളതെല്ലാം അതുപോലെ നമ്മൾ സീൽ ചെയ്തൊക്കെയാണ് വിടുന്നത്. അപ്പോൾ അതാ ഇച്ചിരി ഇങ്ങനെ വെള്ളമായിട്ടും കുറച്ച് നമ്മളിപ്പോൾ ഈ എല്ലാവരും പറയും കമ്പനി അച്ചാറൊക്കെ ഇത്രയും വിലയുള്ളല്ലോ എന്ന്. കമ്പനി അച്ചാറും ഈ അച്ചാറൂടെ നിങ്ങളൊന്ന് നോക്ക്. നമ്മുടെ ഹോം മെയ്ഡും കമ്പനി അച്ചാറൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള പീസുകളുടെ കാര്യത്തിലും അല്ലാതുള്ള ഇതിലും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതൊന്ന് പറയണമെന്നൊന്ന് ക്ലിയർ ആക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് ഞാൻ ചിന്തിക്കുക. കാരണം പലരും ചിന്തിക്കും ഇവരിങ്ങനെ പറയുന്നത് പോലല്ല, വീഡിയോയിലൊക്കെ ഒന്ന് അയ്യോ സാധാ സീതാ പറയും. പക്ഷേ അവർ വിൽക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇന്നാളെ പണ്ടൊരു ആൾക്കാർ പറയുകയും ചെയ്തു, അയ്യോ ഇത് നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്നല്ലോ എന്ന്. പക്ഷേ അവരത് ചിന്തിക്കുന്നില്ല. ഈ പറയുന്നവർ തന്നെ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിച്ച് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് 1 കിലോ അച്ചാർ വേണമെങ്കിൽ എത്രമാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് കിട്ടുമെന്നുള്ളത്. നമ്മളിത് വറക്കുമ്പോഴൊക്കെ ഇതെല്ലാം അങ്ങ് ചുരുങ്ങും. ഇപ്പം നമ്മളിങ്ങനെ ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് നമ്മളിതെല്ലാം തൂക്കി നോക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ വീട്ടിലാവശ്യത്തിനൊക്കെ നമ്മൾ തൂക്കി നോക്കത്തില്ല. വരുന്നത് വാക്ക് നമ്മൾ അത്രയും അത് നോട്ട് ചെയ്യത്തില്ല. ഇപ്പം ബീഫൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന കറി വെക്കുവാണെങ്കിൽ ഇത് ഇത്രയും വെള്ളമാണല്ലോ നമ്മൾ നോക്കത്തില്ല. പക്ഷേ നമ്മളിത് ഒരു ബിസിനസ് തുടങ്ങി അങ്ങനെ ഇതൊക്കെ അച്ചാറൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലുള്ള പ്രോബ്ലങ്ങളൊക്കെ എന്തൊക്കെയാണ്. ഓരോന്നും നമ്മളിപ്പം നേരത്തെ ആണെങ്കിൽ എന്നോട് കുറേ പേര് പറഞ്ഞു, വിജി അച്ചാറുണ്ടാക്കുമ്പം നന്നായിട്ടങ്ങ് മൊരിയണം എന്നാലേ ഒക്കത്തുള്ളൂ. ആ സമയത്ത് ഞാൻ ആദ്യമൊക്കെ നന്നായിട്ടങ്ങ് മൊരിയും. ചിലർക്കത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കടിക്കുമ്പം ഇത്തിരി പ്രയാസമാണ്, ഒത്തിരി ചവയ്ക്കേണ്ടി വരുമെന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ പലരുടെ വാക്ക് കേൾക്കരുതെന്നുള്ളത്. പിന്നെ ഇപ്പം പണ്ട് വാങ്ങിച്ചവർ ഇപ്പം വാങ്ങിക്കുവാണെങ്കിൽ ചിന്തിക്കും അന്നത്തെ ഇന്നത്തെ ആയിട്ട് വ്യത്യാസം ഉണ്ടെന്ന്. നമ്മളിപ്പം ഓരോന്നും നമുക്ക് മനസ്സിലാക്കി വരിക എങ്ങനെയൊക്കെ വറക്കണം എങ്ങനെയൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ ഇതൊക്കെയാ വിശേഷങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ളോഗ് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് പിന്നെ വ്ളോഗ് കൂടി ഇടുവാണെങ്കിൽ ഭയങ്കര ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. പിന്നീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേരെ. ബോംബെയിലൊരു അമ്മച്ചി ഒരു ചേച്ചി ഇങ്ങനെ അച്ചാർ ബിസിനസ് നടത്തുന്നുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. ഇന്നാളെ എന്നെ ആരോ പറയുകയും ചെയ്തു, അമ്മച്ചി ഈ വീഡിയോ കൊള്ളാമെന്ന്. അമ്മച്ചിയാണേ അമ്മച്ചി, അമ്മൂമ്മയാണേ അമ്മൂമ്മ, എന്തോ ചെയ്യാനാ. പിന്നെ നമ്മുടെ വായും കൊണ്ട് മറ്റുള്ളവരെ ഒന്ന് വിഷമിപ്പിക്കുന്നത് ചിലർക്കൊരു നല്ല രസമാണ്. പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെ നമ്മളും ജീവിച്ചു പോട്ടെ, ജീവിക്കാൻ വേണ്ടിയുള്ള എപ്പോഴും അഖിൽ പറയും. ഇപ്പം അഖിലിൻ്റെ പേരെടുത്ത് പറയുന്നതോടെ ചിലർ പറയും അഖിലിൻ്റെ പേരേ പറയുന്നുള്ളൂ. അതല്ല, അവൻ പറയുന്നത് ചേച്ചി ഇത്രയും ചേച്ചിയുടെ ഈ നടുവിൻ്റെ ടെയിൽ ബോണും വെച്ച് ചേച്ചി ജീവിക്കാൻ വേണ്ടിയല്ല, എല്ലാവരും ജീവിക്കാൻ വേണ്ടി പലയിടത്തും ഇങ്ങനെ പേരൻസിനെയും നിന്നും അകന്ന് ദൂരദേശത്തൊക്കെ പോയി എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അതുപോലെ ഞാനും എൻ്റെ വയ്യാഴികളും എൻ്റെ പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെച്ച് ഞാനും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഞാനും ഇതൊക്കെ ചെയ്യുന്നു. ദൈവം അതിനുള്ള ആരോഗ്യം തരട്ടെ എന്നാണ് എന്നോട് ഓർത്തോ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നാണ്. എത്രയും നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നോ അത്രയും നിങ്ങളുടെ ടെയിൽ ബോണിന് നല്ലതാണ്. ഞാനിവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എത്രമാത്രം റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന്. അപ്പം നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഈ അച്ചാറിൻ്റെ. ശരിയാ, എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നതിന് ഒരു 200 രൂപയിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചിന്തയിൽ? ഓരോരുത്തരും ആ അവസ്ഥയിൽ വരുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് വിജി എടുക്കുന്നത് കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നോർമൽ ഈ നാട്ടിലുള്ളവരുടെയും പലരുടെയും റേറ്റ് ഇതിനേക്കായി ഉള്ള പലരും എടുക്കുന്നുണ്ട്. ഇപ്പം ഈ വെളിനാട്ടിലൊക്കെ ഉള്ള ഞാൻ ഇത്രയും റേറ്റ് എടുക്കുന്നത് ഒട്ടും കൂടുതലല്ലെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ മനസ്സാക്ഷി. ഓക്കെ, ഇതൊക്കെയാ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ വ്ലോഗ് ഇടുന്നില്ല കേട്ടോ. ഈ ബിടുബിടുതിൽ ഒതുക്കുക. നിങ്ങൾക്കും ബോറായില്ലേ?